ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. നമുക്ക് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട മൊഡ്യൂളിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ തിക്നെസ്സും അതിനനുസരിച്ചിട്ടുള്ള നോസിലിൻ്റെ സൈസ് അല്ലേ. സോ അതിപ്പോൾ കുറേ വാല്യൂ ഉള്ളതുകൊണ്ട് ചിലർക്ക് ബുദ്ധിമുട്ടായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് പെട്ടെന്നൊന്ന് അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോസിലിൻ്റെ സൈസായിട്ട് ഇങ്ങനെ കൊടുക്കുന്നു, പിന്നെ മെറ്റീരിയലിൻ്റെ തിക്നെസ് ആണ്, അല്ലെങ്കിൽ ഷീറ്റ് മെറ്റലിൻ്റെ തിക്നെസ് ആണ്. ഓക്കെ, സോ അതെന്ത് ചെയ്യുന്നു, നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ 1, 2, 3 എന്നൊരു 3 വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 2 × 3 എത്രയാണ്? 6 ഇപ്പുറത്ത് ഒരു 1 കൊടുക്കുക. 1 × 2 2 ഇപ്പുറത്ത് ഒരു 1 കൊടുക്കുക. 1-ന് 0.8 കൊടുക്കുക. സോ നമ്മുടെ ഒന്നാമത്തെ സെറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. രണ്ടാമത്തെ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 2 വീതമാണ് കൂടുന്നത്. 2 വീതം 2 ആകുമ്പോഴത്തേക്കിനും ഒരു 2 സംഖ്യ കൂട്ടാം, 5, 7. പിന്നെ മൂന്നാമത്തെ സംഖ്യ എത്തുമ്പോൾ നമ്മൾ 3 കൂട്ടും, എത്രയാണ്? 10, അതുപോലെ 13. ഓക്കെ, സോ ഇത് മറ്റൊരു സെറ്റാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ൻ്റെ നേരെ പകുതി നമുക്കറിയാം 2.5 ആണ്. ടെക്സ്റ്റ് എത്രയാണ്? 2.4 അല്ലേ കൊടുത്തേക്കുന്നത്. സോ അതുകൊണ്ട് നമുക്ക് എന്താ 2.4 ആക്കാം. പിന്നെ എന്താ ചെയ്യുക, 3 കൊടുക്കുക, 3 കൊടുക്കുക, 4 കൊടുക്കുക, 5 കൊടുക്കുക, അതുപോലെ തന്നെ 6 കൊടുക്കുക. സിമ്പിൾ അല്ലേ? ഈ ഒരു 6നെ നമ്മൾ ഇവിടുത്തെ 3 കൊണ്ട് ഗുണിച്ചിട്ട് 18 ആക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 18നെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. 2 കൊടുത്ത് 20 ആക്കാം, പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല. നമ്മൾ 25 എത്തിക്കുകയാണ്. 25 എത്തിക്കാം. സോ 25 എത്തിക്കുന്നു. പിന്നെ അതിന് ഇതായിട്ട് 35 എത്തിക്കുന്നു, 45 എത്തിക്കുന്നു. ഓക്കെ, 55 എത്തിക്കുന്നു. ഇവിടെ നിൽക്കട്ടെ, താഴോട്ട് പോവാം. സോ 6 ആണ് ഇവിടെ. നമ്മൾ ഇവിടെ എന്താണ് 2 വീതം കൂട്ടി 8 കൊടുക്കുന്നു. ഇവിടെ 2 കൂട്ടി 10 കൊടുക്കുന്നു. ഇവിടെ 2 കൂട്ടി 12 കൊടുക്കുന്നു. സോ ഇനിയെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 12 ഇടിച്ചിട്ട് ഇവനെ നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം, 20 ആക്കാം. ഓക്കെ, പക്ഷേ നമ്മളെ ടെക്സ്റ്റിൽ എത്രയാണ്? 20 അല്ല വാല്യൂ ആയിട്ട് പറയുന്നത്, എത്രയാണ്? 19 ആണ്. സോ 19 നമുക്ക് കൊടുത്താൽ മതി, 20 ആക്കണ്ട. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടുന്ന് 12 കഴിഞ്ഞൊരു എത്രയാണ്? ഇത്രയും കൂട്ടിയില്ലേ, നമ്മൾ ഒരു 7ഓളം കൂട്ടിയല്ലേ. സോ അപ്പോൾ ഇപ്പുറത്ത് പിന്നെ ഒരു 10 കൂട്ടിയാൽ മോശമായി പോകും. നമ്മളിവിടെ കൂടുതൽ കൂട്ടി, ഇവിടെ വീണ്ടും ഇവിടെ കൂട്ടിയത് പോലെ 10 കൂട്ടിയാൽ ഒരു വിഷമമുള്ള കേസല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി ഒന്ന് കൂട്ടി കൊടുക്കാം. നമ്മൾ ഇതിനെയൊന്നും മെയിൻറ്റെയിൻ ചെയ്യും. ഇവനെ നമ്മൾ 19 ആക്കിയിട്ട് ഒരു മെയിൻ്റെനൻസ് നടത്തിയില്ലേ. അപ്പോൾ നമ്മൾ ഇവനെ നമുക്ക് 70 എത്തിക്കാം. 70. ഓക്കെ, 70 എത്തിക്കുന്നു. ഓക്കെ, സോ 20 ഇവിടെ 19 കടക്കുവാണ്. നമ്മൾ 20 ആക്കിയിട്ട് അതിനെ അങ്ങ് 19 ആക്കിയല്ലേ. അപ്പം ഇവനെ നമ്മളിപ്പോൾ 70 ആക്കി. അപ്പോൾ ആൾക്കൊരു വിഷമം, നമ്മൾ ഇവനെ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ 25 എത്തിച്ചു. ഇപ്പം എല്ലാവർക്കും പരസ്പരം സങ്കടങ്ങളൊന്നുമില്ല. 25, 19. പിന്നെ നമ്മൾ എബോ 25 ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? എബോ 25 ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 90 കൊടുക്കാം. 90 കൊടുക്കാം. നിങ്ങൾക്ക് ഇത് ഒന്ന് കുറച്ചൊന്ന് എഴുതി നോക്കുമ്പോൾ എന്ത് ചെയ്യും, ക്ലിയർ ആവും. കുറച്ചൊന്ന് എഴുതി നോക്കിയാൽ മതി. ഇതുപോലെ തന്നെ ഉണ്ട് നമുക്ക് എന്താണ് ആംബിയർ, അതായത് ഇപ്പം മെറ്റീരിയൽ തിക്നെസ്, അതായത് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ 1/16 20 40 ആംബിയർ, അതുപോലെ തന്നെ 3/16 ഇങ്ങനെ ഒരു ടേബിൾ കൂടി ഉണ്ടല്ലേ. അപ്പൊ ടേബിളുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. പിന്നെ നമുക്ക് ഫയലിന്റെ വരുന്നുണ്ട്. ഫയലിന്റെ എന്താണ്, നമുക്കിപ്പോൾ റഫ് വരുവാണെന്നുണ്ടെങ്കിൽ 8, 7, 6, 5 എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ 8ന്ന് 5 കൂട്ടിയിട്ട് 13 വരുന്നുണ്ട്. 4 കൂട്ടി 17 വരുന്നുണ്ട്. 24 വരുന്നുണ്ട്. 33, അതായത് റഫ്, ബാസ്റ്റാർഡ്, സെക്കൻഡ് കട്ട്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബെൽറ്റിന്റെ തിക്നെസ്സും വിഡ്ത്തും വന്നിട്ട് നമുക്ക് ഈ 17, 13 അങ്ങനെ ഒരു റേഞ്ചിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെന്താണ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പം നമ്മുടെ ടാബ് എന്താ പറയുക, കട്ടിങ് സ്പീഡ് കാണുന്നത്, ഫീഡ് കാണുന്നത് എന്താണ്, കട്ടിങ് സ്പീഡ് πdn/1000 ആണ്. പിന്നെ RPM കാണുന്നത് എന്താണ്, RPM കാണാൻ വേണ്ടി അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. പൈ എന്താണ്, V/1000/πd ആണ്. സോ അതുപോലെ തന്നെ എന്താണ്, പിന്നെ നമ്മുടെ റീമർ സൈസ് കാണുന്നത് അല്ലേ, അതായത് റീമർ സൈസ് ആ ഒരു സൈസിൽ നിന്ന് മൈനസ് അണ്ടർ സൈസ് പ്ലസ് ഓവർ സൈസ് ആണ്. ടാബ് ഡ്രിൽ സൈസ് കാണുന്നത് എന്താണ്, ആ ഒരു സൈസിൽ നിന്നും ആ ഒരു ടാപ്പ് സൈസിൽ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ പിച്ച് കുറയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ 2 ഡെപ്ത് ആണ്. പിന്നെന്ന് പറഞ്ഞാൽ ബ്ലാങ്ക് സൈസ് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു അടിയിൽ നിന്ന് നമ്മൾ എന്ത് കുറയ്ക്കും, P/10 ആണ്. സോ പിന്നെയും കുറെ കാര്യങ്ങളുണ്ടല്ലേ, കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ ഗിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നമ്മൾ പറയുന്നത് N2 N1 = T2/T1 അങ്ങനെയുള്ള
കുറേ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് IT-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിലുള്ള കുറച്ച് കോഡ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെയെന്ന് പറയുന്നത്. സോ എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയാണ്. അപ്പം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്ന രീതിയിൽ നിങ്ങൾ ഈ വാല്യൂസ് ഒക്കെ ഓർത്തിരിക്കുക. കാരണം ഇനിയിപ്പോൾ എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളല്ലേ. അപ്പോൾ നമ്മൾ വാല്യൂസിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, IS നമ്പറുകളുണ്ട് 22, 49, 619 എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഈ ബ്ലോക്കിൻ്റെത്, ആംഗിൾ പ്ലേറ്റിൻ്റെത്, സർഫസ് പ്ലേറ്റിൻ്റെത്, പാരൽ ബ്ലോക്കിൻ്റെത്, അങ്ങനെയുള്ള IS നമ്പറുകളുണ്ട്. അതൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് അതൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെയുള്ളതിനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് ദിവസങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.